ഒത്തിരി ക്യാഷൊന്നും ചിലവാക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ മെറ്റീരിയലിലാണ്. അതിൽ ഞാൻ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിഡ്ത്തിലാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ആവശ്യമാണ്. അതൊരു പാക്കറ്റ് മതിയാവും. പിന്നെ വേണ്ടത് നമുക്ക് 2 ടൈപ്പിലുള്ള സ്റ്റോൺസ് ആണ്. ഒന്ന് സ്ക്വയർ ഷേപ്പിലുള്ളതും ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതും. പിന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള ഗോൾഡൻ കളർ ബീഡ്സ് കൂടെ ആവശ്യമാണ്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോൺസ് എല്ലാം മെറ്റീരിയലിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺസ് എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണിന് ചുറ്റുമായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അതിന് ഞാൻ നമ്പർ 9 സൈസിലുള്ള നീഡിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ത്രെഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബീഡ്സ് 4 സൈഡിലൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. റൗണ്ട് സ്റ്റോണിന് ചുറ്റുമായിട്ട് ഗോൾഡൻ കളർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ ബീഡ്സ് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കാം. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നല്ല കിടുവായിട്ട് കിട്ടും. ഇനി നമ്മൾ മുഴുവനായിട്ടും വെച്ച് കൊടുക്കണം. ഈ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് പിന്നീട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മാർക്ക് ചെയ്യുന്ന ബോർഡറിൻ്റെ ഉൾവശത്തായിട്ട് ചെറുതായിട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതാണ് ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.